ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ബ്രേസ്ലെറ്റ് ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ബീഡ്സാണ് എടുത്തത് കേട്ടോ. ആദ്യം ഒരു 4 മുത്ത്, നിങ്ങൾക്ക് 4mm 2mm ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തത് കുറച്ച് ചെറുതും കുറച്ച് വലുതും കൂടെ ആയിട്ടാണ്. ഒറ്റ സൈസിലെടുത്താലും മതി കേട്ടോ. ഇത് 4 കോത്തിട്ട് നമ്മൾ നൂലിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുക. 4 കൂട്ടിയിട്ട് ഒരുമിച്ചിട്ടോ. നൂല് കുറച്ച് അത്യാവശ്യം നീളത്തിലെടുക്കണം കേട്ടോ. കൂട്ടി കെട്ടുമ്പോൾ നമുക്കിതുപോലെയാണ് കിട്ടുക 4 ഇനി നമ്മൾ ആ കെട്ടി അവിടെ നിന്ന് 2 മുത്തിനുള്ളിൽ കൂടെ മുകളിലോട്ട് സൂചി പൊക്കിയെടുക്കുക. ഒരു നൂല് താഴോട്ടുണ്ടാകും, ഒരു നൂല് മേലെ ഭാഗത്തേക്കാണ് കേട്ടോ. ഇനി താഴോട്ടുള്ള നൂല് കട്ട് ചെയ്യേണ്ട നമുക്ക് ആവശ്യം വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ 3 മുത്ത് കോക്കുക. ഇവിടെ ഞാൻ ചെറുതും വലുതുമാണ് എടുത്തത്. അപ്പോൾ സെൻറ്ററിലിരുന്ന മുത്ത് കുറച്ച് ചെറുതാണ് കേട്ടോ. നിങ്ങളെല്ലാം ഒരു വലിപ്പത്തിലെടുത്താലും മതി. ഇങ്ങനല്ലേ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ മുത്ത് നൂലിൽ കോത്തിയതിന് ശേഷം ആ സെൻറ്ററിലെ മുത്തിനുള്ളിൽ കൂടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും 2 മുത്തിനുള്ളിൽ കൂടെ നൂലിന് മേലോട്ട് എടുക്കുക. സിമ്പിളാണ്, ഞാൻ പറയുന്നതിനാട്ടിലും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. വീഡിയോൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഇത് എത്ര ലെങ്ത്തിലാണോ നമുക്ക് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ഇതേപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ മാലയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാനിവിടെ നൂല് തികയാതെ വരും, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് നൂല് എങ്ങനെ അയച്ചെടുക്കാമെന്നുള്ളത് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. ലാസ്റ്റ് വീഡിയോ ഭാഗം ആ നൂലുമായിട്ടൊന്ന് കൂട്ടിക്കെട്ടുക. അപ്പോൾ എനിക്ക് മറ്റേ ബ്രേസിൻ്റെ അത്ര ഇത് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ കെട്ടിയതിന് ശേഷം ആ സൂചി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ കൂട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. കെട്ടിയ ശേഷമാണ് അവിടെ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ വേറൊരു നൂലെടുത്തതിന് ശേഷം ഈ ഒരു സെൻറ്ററിലൂടെ കയറ്റിയിട്ട് മറ്റേ നൂല് തുമ്പുള്ള അതൊക്കെ കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാൻ ചെയ്യേണ്ടത് കേട്ടോ. അത് കൂട്ടി കെട്ടിയാൽ ചിലപ്പോൾ വേണമെങ്കിൽ അഴിഞ്ഞു പോരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മളിപ്പോൾ കെട്ടുന്ന നൂല് അഴിഞ്ഞു പോരുമൊന്നുമില്ല കേട്ടോ. അതവിടെ നിന്ന് കെട്ടിക്കൊടുത്തു. എല്ലാ നൂലും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് ആ നൂലിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ ലേശം പശ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്താൽ പിന്നെ അത് അഴിഞ്ഞു പോരൊന്നുമില്ല. ഏത് മാലയ്ക്കായാലും എന്ത് ചെയ്യുമ്പോഴായാലും ഇങ്ങനെ നൂല് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. തികയാതെ വന്നാൽ പല സ്റ്റുഡൻസും ചോദിക്കുന്ന സംശയമാണ്, മിസ് എടുക്കുന്ന നൂലിൻ്റെ ലെങ്ത്ത് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുത്തിക്കെട്ടുക എന്നുള്ളത്. ഇതുപോലെ ചെയ്താൽ മതി. കുറച്ച് ഗ്ലൂ അവിടെ തേച്ച് കൊടുക്കുക. എന്നിട്ടിതാ മുത്ത് കോത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്ത് പോരുകയാണ് കേട്ടോ. സൂചി കോത്തതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുക്കുക. എത്ര ലെങ്ത്താണ് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ വേറെ ഡിസൈനും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു മറ്റൊരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർണമെൻറ്റ്സിന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ
ഒരു 500 രൂപ ഫീസിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഒരു 1 മന്ത് കോഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മാസത്തെ കോഴ്സ് 500 രൂപ ഫീസിൽ സർട്ടിഫിക്കറ്റോട് കൂടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലാസ്റ്റ് എത്തിയതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ആ കൊത്തമുത്തിലുള്ള കൂടെ അങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ട് താഴെയാണ് കെട്ടിടുന്നത് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു നടക്കുന്ന മുത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ആ നൂലും കൂടിയിട്ടാണ് കെട്ടുന്നത്. ഞാൻ പറയുന്നതിനായിട്ടും വീഡിയോ കാണുമ്പോൾ ആയിരിക്കും കൂടുതൽ മനസ്സിലാകാം. 2-3 കെട്ടിടുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഒരുക്കി കൊടുക്കുന്നതായിട്ട് നല്ലത് നമ്മൾ അവിടെ പശയാക്കി കൊടുക്കുന്ന കേട്ടോ. നമ്മുടെ സ്ട്രോങ്ങിലവിടെ ഒട്ടിക്കിടക്കും. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഈ നൂലിലോട്ട് സൂചി കോക്കുക. ഇവിടെ ഞാൻ ക്രിസ്റ്റൽ മുത്താണ് എടുക്കുന്നത്. ക്രിസ്റ്റൽ ആദ്യം എടുത്ത മുത്തിന് കുറച്ച് വലുപ്പമായിട്ട് ഏറെയായിട്ട് തോന്നി. അവിടെ ചെറിയ ക്രിസ്റ്റൽ മുത്താണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാധാ പേൾ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. 4 mm മുത്താണ് നിങ്ങൾ ബേസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ 2 mm മുത്തിൽ ഇത് ചെയ്തെടുക്കാം. ഇതല്ലേ, കുറച്ച് ഷുഗർ ബീഡ്സ് വേണം കേട്ടോ. ആദ്യം ഞാനൊരു ഷുഗർ ബീഡ്സ് ഇട്ടു, അതിന് ശേഷം ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടു, അതിനുശേഷം ഒരു ഷുഗർ ബീഡ്സ് കൂടെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏത് ഭാഗത്താണോ നൂലില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലോട്ട് പിടിക്കാൻ ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ മുത്തുകളിലുള്ള കൂടെ സൂചി അങ്ങോട്ട് കയറ്റാം. ഞാൻ പരന്നാട്ടിലും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാനിവിടെ ക്രിസ്റ്റലിൻ്റെ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം കേട്ടോ. ആ ഗോൾഡൻ കളർ ക്രിസ്റ്റലിൻ്റെ കല്ലിൻ്റെ ബീഡ്സ് വെക്കണം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് എനിക്ക് കുറച്ച് വലുതായിട്ട് തോന്നി. അപ്പോൾ ഞാനതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ശരി, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ മുത്തുകൾ തമ്മിലുള്ള വലിപ്പം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതേപോലെ മൊത്തമായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇതാ ഇങ്ങനെ കോത്തു നമുക്കവിടെ കെട്ടി കൊടുക്കണം വേണ്ടത്. ഇതൊക്കെ അവിടെ 2 കെട്ട് കെട്ടിയതിന് ശേഷം പിന്നെ ഒന്നും കൂടെ മുത്തുകളിൽ കൂടെ ഓപ്പോസിറ്റേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കെട്ടി അവിടെ തന്നെ കട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന അവിടെ നിന്ന് കട്ട് ചെയ്താണ്ട് കെട്ടി കൊടുക്കരുത്. നമ്മൾ കുറച്ചുകൂടെ 2 മുത്തും കൂടെ അങ്ങനെ കയറ്റിയ ശേഷം ഒന്നുകൂടെ കെട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മാലയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിന് 2 വട്ടക്കണ്ണി വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് വട്ടക്കണ്ണി ഓപ്പൺ ആക്കുക, പ്ലെയർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയിൻ പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെയിൻ വെക്കണമെങ്കിൽ ചെയിൻ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ചെയിനും വെച്ച് കൊടുക്കാം. ഞാനിവിടെ വെറും 2 വട്ടക്കണ്ണി ജോയിൻ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഹുക്കും വെക്കുന്നുള്ളൂ കേട്ടോ. ഒരു സൈഡിൽ ഹുക്കും വെക്കും. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരാരെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കുറേ പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.